കേരളത്തിൻ്റെ സാംസ്കാരിക വൈഭവത്തിൽ അതുല്യമായൊരു ഉത്സവം. ആരെയും ആകർഷിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ഒരു ആചാരം. ആണുങ്ങൾ സ്ത്രീവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി ദേവിയെ ആരാധിക്കുന്ന അത്ഭുതകരമായ ഒരു ഉത്സവം. അതാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രശസ്തമായ ചമയവിളക്ക് മഹോത്സവം. ഇതാണ് കൊല്ലം ജില്ലയിൽ ചവറയിൽ സ്ഥിതി ചെയ്യുന്ന കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മേജർ ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിന്റെ പേരിൽ തന്നെ ആത്മീയതയുടെ പരിപാവനത്വം തുളുമ്പി നിൽക്കുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പുരാതന കാലത്ത് കാടും പടലും ഇടതൂർന്ന് വളർന്നിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോഴത്തെ ക്ഷേത്രാങ്കണത്തിന്റെ വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് പൂതക്കുളം എന്നറിയപ്പെടുന്ന ചെറിയ കുളവും ഇന്ന് കാണുന്ന ക്ഷേത്രക്കുളത്തിന്റെ സ്ഥാനത്ത് വിസ്തൃതമായ ചിറയും വർഷകാലങ്ങളിൽ ഇവ രണ്ടും കര കവിഞ്ഞ് സമീപത്തുള്ള പാടങ്ങളിലേക്ക് ഒഴുകിയിരുന്നു. പുല്ലും വെള്ളവും സുലഭമായ ഈ പ്രദേശത്ത് സമീപവാസികളായ കുട്ടികൾ കന്നുകാലികളെ മേയ്ക്കാൻ ഇടം കണ്ടെത്തി. ഒരു ദിവസം അടർന്നു വീണ് കിട്ടിയ നാളികേരം പൂതക്കുളത്തിന് തെക്ക് കിഴക്ക് ഉയർന്നു നിന്നിരുന്ന ശിലയിൽ വച്ച് കുട്ടികൾ തൊണ്ട് നീക്കം ചെയ്യാൻ ശ്രമിക്കവേ നാളികേരം കല്ലിൽ തട്ടിയപ്പോൾ ശിലയിൽ നിന്ന് നിണം വാർന്നു വന്നു. നിണമെന്ന് പറഞ്ഞാൽ രക്തമെന്നാണ് വാക്കിനർത്ഥം. പരിഭ്രാന്തരായ അവർ വീടുകളിലെ മുതിർന്നവരെ വിവരം ധരിപ്പിക്കുകയും നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പ്രശ്നം വയ്പ്പിച്ച് നോക്കിയപ്പോൾ ശിലയിൽ വീരപട്ടാരിക കുടികൊള്ളുന്നു എന്നും നാടിൻ്റെയും നാട്ടുകാരുടെയും ഐശ്വര്യത്തിനു വേണ്ടി ക്ഷേത്രം നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കണമെന്നും കാണാൻ കഴിഞ്ഞു. അന്നേ ദിവസം മുതൽ നാളികേരം ഇടിച്ചു പിഴിഞ്ഞെടുത്ത കൊറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി പോരുന്നു. ആദ്യകാലത്ത് കാനന പ്രദേശമായതിനാൽ പെൺകുട്ടികൾ അവിടെ പോകാൻ ഭയപ്പെട്ടിരുന്നു. അതിനാൽ കുമാരന്മാർ ബാലികമാരായി വേഷമണിഞ്ഞ് ദേവിയുടെ മുന്നിൽ വിളക്കെടുത്തു. ദിവ്യശിലയ്ക്ക് ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വച്ചു. കുളക്കരയിലെ സ്വയംഭൂവായ വീരപട്ടാരികയുടെ ക്ഷേത്രം പിന്നീട് കൊറ്റൻകുളങ്ങര ക്ഷേത്രമായി അറിയപ്പെട്ടു. ഇതാണ് ക്ഷേത്ര ഐതിഹ്യം. ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ് കുരുത്തോല കൊണ്ടുള്ള താൽക്കാലിക ക്ഷേത്രം. കുരുത്തോല കൊണ്ടുള്ള ശ്രീകോവിലും മുഖമണ്ഡപവും സായാഹ്ന സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുനിൽക്കുന്ന കാഴ്ച നയനാനന്ദകരമാണ്. മണ്ണിൽ സ്പർശിക്കാതെ മുറിച്ചെടുത്ത കമുക്, വാഴ, കുരുത്തോല എന്നിവ കയറോ ആണിയോ ഉപയോഗിക്കാതെ പ്രത്യേക കണക്കിൽ ഒരുക്കിയെടുക്കുന്നു. ഉത്സവത്തിന് കെട്ടുന്ന കുരുത്തോല പന്തലിനുള്ള സാധനങ്ങൾ അന്നേ ദിവസമേ മുറിക്കാൻ പാടുള്ളൂ എന്നാണ് ശാസ്ത്രം. കൽപ്പീഠങ്ങൾ കാക്കാത്തിമാരാണ് വൃത്തിയാക്കുന്നത്. എന്നാൽ കുരുത്തോല പന്തൽ കെട്ടുന്നതിനുള്ള അവകാശം തണ്ടാർ സമുദായത്തിനാണ്. ഈ ജോലിക്ക് മുമ്പ് കരക്കാർക്ക് വെറ്റിലയും പുകയിലയും ഉൾപ്പെടുന്ന ദക്ഷിണ നൽകി അനുവാദം വാങ്ങണം. കരക്കാർ തിരിച്ചും ദക്ഷിണ നൽകുന്നു. കരപ്രമാണിമാരുടെ പക്കൽ നിന്നും ആശാരി സമുദായം കൈനീട്ടം സ്വീകരിച്ച് അവരുടെ സാന്നിധ്യത്തിൽ കുരുത്തോല പന്തൽ ഉയർത്തുന്നു. ദേവിക്ക് ഇരിക്കാനുള്ള കുരുത്തോല പന്തൽ ക്ഷേത്രത്തിന് കിഴക്കുവശത്ത് ഉയർന്നാൽ മാത്രമേ കെട്ടുകാഴ്ചകൾ ക്ഷേത്ര മൈതാനത്ത് കടക്കുകയുള്ളൂ. ലോകത്ത് ഇത്രയും ആചാര അനുഷ്ഠാനങ്ങളോടെ നിർമ്മിക്കുന്ന കുരുത്തോല പന്തലും ആചാരങ്ങളും മറ്റെവിടെയും കാണാൻ സാധിക്കുകയില്ല. ദേവീ ചൈതന്യം കണ്ടെത്തിയ ശിലയ്ക്ക് ചുറ്റും ഗോപബാലകർ കുരുത്തോല കൊണ്ട് അമ്പലം കെട്ടിയതിന്റെ ചരിത്രമാണ് കുരുത്തോല പന്തലിൻ്റെത്. മീനം 10-ന് ചവറ പുതുക്കാട് കരക്കാരുടെ നേതൃത്വത്തിലും മീനം 11-ന് കുളങ്ങര ഭാഗം കോട്ടയ്ക്കകം കരക്കാരുടെ നേതൃത്വത്തിലുമാണ് കുരുത്തോല പന്തലുകൾ സ്ഥാപിക്കുന്നത്.
കൊറ്റൻകുളങ്ങര ചമയവിളക്ക് ലോകത്തിലെ തന്നെ സവിശേഷമായ ഒരു ഉത്സവമാണ്. മീനമാസത്തിലെ 10ഉം 11ഉം തീയതികളിലാണ് ഈ വിശ്വപ്രസിദ്ധമായ ഉത്സവം നടക്കുന്നത്. പുരുഷന്മാർ പൂർണ്ണമായും സ്ത്രീവേഷം കെട്ടി കയ്യിൽ 5 തിരിയിട്ട വിളക്കും ഏന്തി ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാനും വിവാഹം നടക്കാനും
കുടുംബ ഐശ്വര്യത്തിനുമാണ് ഭക്തർ ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. വേഷം കെട്ടുന്നതിന് മുമ്പ് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളും ഇവർ പാലിക്കാറുണ്ട്.